അങ്ങനെ ഈ വാഗ്വാദങ്ങളെല്ലാം തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പദ്ധതിയുടെ ആലോചനാ ഘട്ടം മുതൽ ഇന്ന് വരെ തുടരുന്ന ഒരുപാട് വിവാദങ്ങൾ, അത് അദാനിക്ക് ടെൻഡർ നൽകിയതിൽ, കരാറ് നൽകിയതിൽ മുതൽ പല ഘട്ടങ്ങളിൽ പല വിവാദങ്ങളിൽ ഏതാണ്ട് 30 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. 9 വർഷം മുൻപ് നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ഒരു പ്രസംഗം ഉയർത്തിക്കാട്ടുന്നുണ്ട് കോൺഗ്രസ്. അതൊന്ന് കണ്ടുവരാം. ചോദ്യം ഇതാണ്: UDFന്റെ കുഞ്ഞാണോ അതോ ഇടതുമുന്നണിയുടെ കുഞ്ഞാണോ വിഴിഞ്ഞം തുറമുഖം? ഇരുവിഭാഗവും അവകാശവാദം ഉന്നയിക്കുന്നു, വാക്പോര് കടുക്കുന്നു. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോയപ്പോൾ 6000 കോടിയുടെ അഴിമതി ആരോപിച്ചു LDF. നിയമസഭയിലും ചർച്ചയായി. അന്ന് ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ പേര് അഴിമതി, നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്കിലിട്ട വീഡിയോ കോൺഗ്രസ് പ്രവർത്തകരാകെ ഏറ്റെടുത്തു. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് ഉറക്കെ പറഞ്ഞു. ജനമനസ്സിൽ വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ പേരിലെന്ന് ചാണ്ടി ഉമ്മൻ. ജനങ്ങളുടെ മനസ്സിൽ ഈ വിഴിഞ്ഞം പോർട്ട് ആരുടെ പേരിലാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അത് പേരിട്ടാലും ഇല്ലേലും ജനമനസ്സിൽ വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടേതാണ്. അതുകൊണ്ട് പ്രത്യേകമായ പേരിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ജനമനസ്സിൽ അതാണ്. പഴയകാലം ഓർത്തെടുത്ത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ അക്കാലത്ത് നിരവധി ആരോപണങ്ങൾ കേട്ടതാണ്. ഒരുപാട് പ്രാർത്ഥിച്ചു. അന്നും ഇന്നും ഉമ്മൻചാണ്ടിയാണ് ശരി. വിഴിഞ്ഞം തനിക്ക് ദുഃഖപുത്രിയാണ്. ഒരുപാട് പ്രാർത്ഥിച്ചു, ആരോപണമൊക്കെ വന്നില്ലേ, അഴിമതി ആരോപണം വന്നില്ലേ. അപ്പോൾ എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമോ? വളരെ സന്തോഷമുണ്ട്. ഇത്രയും ദുഃഖം അനുഭവിച്ചിട്ടാണല്ലോ, അദ്ദേഹം കടന്നുപോയല്ലോ, കണ്ടില്ലല്ലോ, ദുഃഖമുണ്ട്. 2015 ഡിസംബർ 5-നാണ് ഉമ്മൻചാണ്ടി തുറമുഖത്തിന് തറക്കല്ലിട്ടത്. പൂർത്തീകരിച്ചത് പിണറായി സർക്കാരും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.